ഹായ്, എല്ലാവർക്കും ബിജു നിലമ്പൂർ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു വെറൈറ്റി ഐറ്റം ആണ്. നിങ്ങൾക്ക് എൻ്റെ കൂടെ കാണുന്നത് കേരളത്തിൽ തന്നെ ഒരേ ഒരു ലോ ഫ്ലോർ ടൂറിസ്റ്റ് ബസ്സാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കൊടുങ്ങല്ലൂരിലുള്ള മിറാഷ് ട്രാവൽസിന്റെ കയ്യിലാണ് ബസ് ഉള്ളത്. ടാറ്റ 1615 ചേസിൽ ടാറ്റ തന്നെ ബിൽഡ് ചെയ്ത ഒരു വണ്ടിയാണിത്. വണ്ടി സിയാൽ എയർപോർട്ട് ഷട്ടിൽ സർവീസ് ആയിട്ട് നടത്തിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. നിങ്ങളൊരു പക്ഷേ ഇങ്ങനത്തെ ഒരു വണ്ടി ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അതായത് ഒരു ടൂറിസ്റ്റ് ഓപ്പറേറ്ററുടെ കയ്യിൽ ഇതുപോലെ ഒരു ലോ ഫ്ലോർ ബസ് ഉണ്ടായി. നമ്മൾ KSRTC ലോ ഫ്ലോർ കണ്ടിട്ടുണ്ട്. ടൂറിസ്റ്റ് ആയിട്ടൊരു ലോ ഫ്ലോർ ബസ് നമ്മൾ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ ഇതിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഈ ബസ് ഫുള്ളായിട്ട് നമ്മളിന്ന് പരിചയപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബസ് റിവ്യൂലേക്ക് കിടക്കാം. To the day I die. Hey, swing those hips around. Can't stop, roll back down. My ladies, short, tall, thin or wide, always down and ready to ride. മിറാഷ് ട്രാവൽസിന് 11 ടൂറിസ്റ്റ് വണ്ടികളും അതുപോലെ 6 പ്രൈവറ്റ് ബസ്സുകളാണ് ഉള്ളത്. എല്ലാം ഈ പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്നതെല്ലാം കൊടുങ്ങല്ലൂർ ബേസ് ചെയ്തിട്ടാണ്. ഇവർ 1991 ഇവരുടെ ഒരു ബസ് മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് കേരളത്തിലെ ഒരേ ഒരു ലോ ഫ്ലോർ ടൂറിസ്റ്റ് ബസ്സിനെ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ഗ്ലാസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ മിറാഷ് എന്നുള്ള പേര് ഇവരെല്ലാ ബസ്സിനും ഈ ഒരു ഫോണ്ടിലും ഈ ഒരു സ്റ്റൈലിലാണ് പേര് എഴുതാറുള്ളത്. അതേ ഫോണ്ടിൽ വൈറ്റ് കളറിലാണ് ഫോണ്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ വണ്ടി ഫ്രണ്ട് കവള് ബാക്കി കൊമ്പുകളെല്ലാം ഓജസ് കൊണ്ടുപോയിട്ട് റീബിൽഡ് ചെയ്തിട്ടാണ് ഈ വണ്ടി മിറാഷ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് നമ്മുടെ എയർപോർട്ട് സർവീസ് ഓടുന്ന സംവിധാനമായിട്ടും മിറാഷ് വാങ്ങിക്കഴിഞ്ഞിട്ട് ഇതിന്റെ അഡീഷണൽ ആയിട്ട് കൊമ്പുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈറ്റിലുള്ള കൊമ്പുകൾ, നല്ല മനോഹരമായ കൊമ്പുകൾ 2 സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബട്ടർഫ്ലൈ വൈപ്പേഴ്സ് ആണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഇതിന്റെ കൗൾ പോർഷനിലേക്ക് നോക്കുമ്പോൾ ഓജസ് തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ള കൗളാണ്. നമ്മുടെ സ്കാനിയയുടെ ആ ഒരു ലുക്കുള്ള കൗളാണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ഇത് റിയർ എഞ്ചിൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഫുള്ള് കവേർഡ് കവൾ വന്നാലും പ്രശ്നമില്ലാത്തതുകൊണ്ട് തന്നെ ആ സ്കാനിയയുടെ ഫുൾ ലുക്കിലുള്ള കവളാണ് ഈ വണ്ടിക്ക് ചെയ്തിട്ടുള്ളത്. 3 പ്രൊജക്ടർ ഹെഡ് ലാംപ്സ്, ഇൻഡിക്കേറ്റർ കാണാം. അതുപോലെ താഴെ ഒരു വാം ലൈറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പോർഷൻ സ്കാനിക്ക് വരുന്നത് ഒരു സിൽവർ കളറാണെങ്കിൽ ഇതിലൊരു ബ്ലാക്കിൽ കൊടുത്തിട്ട് അതിലൊരു ഭംഗിയിൽ ആ ഒരു പോർഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വണ്ടിയുടെ നമ്പർ KL 63F 5510 എന്നുള്ളതാണ് വണ്ടിയുടെ നമ്പർ. ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ടാറ്റ 1615 സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് വണ്ടിയുടെ സൈഡ് പോർഷൻ ലുക്കിലേക്ക് കൂടെ വരികയാണെങ്കിൽ ഈ വണ്ടിക്കുള്ളത് പ്രത്യേകത എന്ന് വെച്ചാൽ എയർപോർട്ട് സർവീസ് നടത്തിക്കൊണ്ടുവന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ 2 സൈഡിലും ഡോറുകൾ വന്നിട്ടുണ്ട്, സ്ലൈഡിംഗ് ഡോർസ് വന്നിട്ടുണ്ട്. ടോട്ടൽ 3 ഡോറുകളാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ടൂറിസ്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഡ്രൈവർ സൈഡിലെ ആ ഒരു ഡോർ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ആ ഡോറിന്റെ പോർഷൻ അങ്ങനെ ഉണ്ടെങ്കിലും അത് ക്ലോസ്ഡ് ആണ്. ബാക്കിയുള്ള ഒരു ഡോർ ഫ്രണ്ടിൽ ഒരു സ്ലൈഡിംഗ് ഡോർ വരുന്നുണ്ട്. അതുപോലെ സെൻട്രൽ പോർഷനിലായിട്ട് സ്ലൈഡിംഗ് ഡോർ വന്നിട്ടുണ്ട്. ഇതിന്റെ സൈഡ് ലുക്കിലേക്ക് നോക്കിയാൽ ഫുള്ളി ഫിക്സഡ് ഗ്ലാസ് വണ്ടിയാണ്. AC വണ്ടിയാണെങ്കിലും ഫുള്ളി ഫിക്സഡ് ഗ്ലാസ് ആണ്. അപ്പോൾ നമ്മൾ വണ്ടി ലോ ഫ്ലോർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവായിരിക്കും. ഇതിന്റെ ബാക്കി പോർഷനിലേക്ക് വരുമ്പോൾ ഒരു ഡോർ വരുന്നത് ഈ ഒരു പോർഷനിലാണ്. സെൻട്രൽ ഡോർ 2 സൈഡിലേക്ക് ഓപ്പൺ ആകുന്ന ഡോറാണ്. അതുപോലെ വണ്ടിയുടെ എഞ്ചിൻ പോർഷൻ വരുന്നത്
ഈ ഒരു ഇത്രയും ഭാഗത്ത് ഇതിന്റെ എഞ്ചിൻ ബാക്ക് എഞ്ചിൻ പോർഷൻസ് വരുന്ന ഇത്ര ഒരു പോർഷനിലാണ് വരുന്നത്. വണ്ടിയുടെ ടയർ സൈസ് വരുന്നത് 295/80R 22.5 സൈസിലുള്ള ടയേഴ്സ് ആണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് സെന്റർ ഡോർ പോർഷൻ നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലേക്ക് തുറക്കുന്ന ഡോറാണ്. വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വണ്ടി ലോ ഫ്ലോർ വണ്ടി ആയതുകൊണ്ട് തന്നെ വീൽ ചെയർ അടക്കം ഉള്ള നമുക്ക് വീൽ ചെയർ ഉള്ള യാത്രക്കാർക്ക് വരെ ഇതിനുള്ളിൽ ഈസി ആയിട്ട് കയറാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഈ ലോ ഫ്ലോർ വണ്ടി. അതായത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹൈറ്റ് വരുന്നുള്ളൂ സ്റ്റെപ്പിന്. എത്ര പ്രായമുള്ള ആൾക്കാരാണെങ്കിലും നടക്കാൻ വയ്യാത്ത ആൾക്കാരാണെങ്കിലും ഈ ഒരു ഫ്ലോർ വരുന്നതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ ഈ ഫ്ലോർ നമുക്ക് താഴ്ത്താനും കൂടെ സാധിക്കും. അപ്പം വീൽ ചെയറൊക്കെ ആണെങ്കിലും ഉള്ളിലേക്ക് കയറാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പം അത്തരത്തിലുള്ള അത്തരത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ബസ്സാണ് നമ്മുടെ മിറാഷ് ട്രാവൽസ് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ലോ ഫ്ലോർ ബസ് എന്ന് പറയുന്നത്. ബസ്സിന്റെ 4 വീലും എയർ സസ്പെൻഷനുള്ള വീൽസ് ആണ്. അതുകൊണ്ട് തന്നെ യാത്രാ കംഫർട്ട് എന്ന് പറയുന്നത് സൂപ്പർ ആയിരിക്കും. ഇനി നമുക്ക് ബാക്ക് പോർഷന്റെ ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്കിൽ കമ്പനി ബിൽറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലുക്കിൽ തന്നെയാണ് വണ്ടിയുടെ ഒരു ബാക്ക് ഇപ്പോഴും ഇരിക്കുന്നത്. ഈ ഒരു ലൈറ്റ് പോർഷൻ മാത്രമേ ഇവർ ഓജസി കൊണ്ടുപോയിട്ട് ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഗ്ലാസ്സിലായിട്ട് മിറാഷ് ട്രാവൽസ് കൊടുങ്ങല്ലൂർ വണ്ടിയുടെ വിളിക്കേണ്ട നമ്പർ ഡീറ്റെയിൽസ് അവിടെ ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത്രയും പോർഷൻ വരുന്നത് ഇതിന്റെ റിയർ എഞ്ചിൻ പോർഷൻ ആയതുകൊണ്ട് തന്നെ ഗ്രില്ലുകളാണ് ഇത്രയും ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സ്ക്വയർ ലൈറ്റ് മാറ്റിയിട്ട് റൗണ്ടിലുള്ള 4 ലൈറ്റുകൾ ആ ഒരു സിൽവർ ഗ്രേ പ്ലേറ്റിൽ കൊടുത്തിട്ട് കുറച്ച് ഭംഗി കൂട്ടിയിട്ടുണ്ട് ബാക്ക് പോർഷനിൽ. അതുപോലെ ഇതിന്റെ എക്സ്പോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാ ഈ ഒരു ബാക്ക് പോർഷനിലേക്കാണ് വരുന്നത്. അതിന്റെ നമ്പർ പ്ലേറ്റ് ഇതവിടെ സെന്ററിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിന്റെ ഒരു ബാക്കിലെ ലുക്ക് എന്ന് പറയുന്നത്. ഇനി ഡ്രൈവർ സൈഡിൽ ലുക്കിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയർപോർട്ട് സർവീസ് നടത്തിയിരുന്ന വണ്ടിയായതുകൊണ്ട് തന്നെ ഈ സൈഡിലും വണ്ടിക്ക് ഡോർ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഈ ഡോറ് ക്ലോസ്ഡ് ആണ്. അവിടെ സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഡ്രൈവർ ഡോർ വരുന്നത് അവിടെ ഒരു എക്സ്ട്രാ ഒരു മിറർ കൂടെ ഡ്രൈവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു അടുത്ത സൈഡിലെ വ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയർ കാണാം. ഇന്റീരിയർ നല്ല അടിപൊളിയാക്കിയിട്ട് ഓജസി കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഇന്റീരിയർ ആണ്. മിറാഷ് ട്രാവൽസിന്റെ ലോ ഫ്ലോർ ബസിന്റെ ഇന്റീരിയർ കാഴ്ചകളിലേക്ക് കൂടെ കിടക്കാം. അകത്തേക്ക് വരുമ്പോൾ അത് നമുക്ക് ഫ്ലോർ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫ്ലോർ നോക്കുകയാണെങ്കിൽ നല്ല വുഡ് ടൈപ്പ് ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി ഫ്ലോർ, നമ്മൾ മനോഹരമായ ഫ്ലോർ, നല്ല കാണുമ്പോൾ തന്നെ നല്ല ഒരു അടിപൊളി ലുക്കാണ് ഇതിന്റെ ഒരു ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡ്രൈവർ ക്യാബിന്റെ ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ടാറ്റയുടെ ലോഗോ വളരെ സെന്ററിൽ കാണാം. ടാറ്റയുടെ നല്ല മുമ്പിറങ്ങിയിട്ടുള്ള നല്ല അടിപൊളി സ്റ്റിയറിംഗ് വീലാണ്. ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നത് ഇത്രയൊരു പോർഷനിൽ ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നമ്മൾ സാധാരണ ചെയ്യുന്ന വണ്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ലോ ഫ്ലോർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ വേറെ രീതിയിലുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇവർ വണ്ടി എടുത്താൽ തന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒക്കെ കിട്ടാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഇങ്ങനത്തെ വണ്ടികൾ കേരളത്തിൽ തന്നെ കുറവാണ്. അതുപോലെ ഇവിടെ വൈപ്പർ ലൈറ്റിന്റെ ഒക്കെ സ്വിച്ചുകൾ ഈ ഒരു പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത്. AC-യുടെ ഓപ്പറേറ്റിംഗ് സ്വിച്ച് ഉണ്ട് ഇവിടെ. ഈ ഭാഗത്തായിട്ട് ഡോറിന്റെ സ്വിച്ചും ബാക്കിയുള്ള സ്വിച്ചുകളൊക്കെ പവർ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതായിട്ട് നമുക്ക് റിവേഴ്സ് ക്യാമറയുടെ ഔട്ട്പുട്ട് സ്ക്രീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡാഷ്ബോർഡ് മാറ്റ് ബ്ലാക്കിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഡാഷ്ബോർഡാണ് ഇതിന്റെ വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. ഡ്രൈവർക്കായിട്ട് ഷെയ്ഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ടൊരു ലോക്കബിൾ ക്യാബിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർക്ക് ഒരു അഡീഷണൽ ഫാന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സീറ്റ് ഇവര് ഓജസ് തന്നെ ചെയ്ത ഒരു സീറ്റാണ്. അത്യാവശ്യം നല്ല കംഫർട്ടുള്ള ഡ്രൈവിംഗ് കംഫർട്ടുള്ള സീറ്റാണ് ഈ ഒരു വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ 6 ഗിയർ ലിവർ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ബോക്സിലാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബാക്കിയുള്ള ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഡ്രൈവർ ക്യാബിൻ എന്നുള്ള ലുക്ക് എന്ന് പറയുന്നത്. നമുക്ക് പാസഞ്ചർ സൈഡോട് നോക്കാം. ഇനി ഇന്റീരിയറിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന്റെ ഉള്ളിൽ വ്യത്യാസം തോന്നുന്നുണ്ടോ? ലോ ഫ്ലോർ ആണെന്നുകൊണ്ട് തന്നെ സീറ്റുകളൊക്കെ ഒരു താഴ്ന്ന രീതിയിലാണ് സീറ്റുകളൊക്കെ വരിക. എന്നാൽ ഈ പോർഷനിലേക്ക് നോക്കുമ്പോൾ ഡ്രൈവർ ക്യാബിൻ സെപ്പറേഷൻ ഈ ഒരു വണ്ടിക്ക് വന്നിട്ടില്ല. ഇവരുടെ എല്ലാ വണ്ടികൾക്കും ഒരു ഡ്രൈവർ ക്യാബിൻ സെപ്പറേഷൻ ഉണ്ടാവില്ല. ഇവിടെ ഒരു വീലാർച്ച് വരുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ വീലാർച്ചിന്റെ മുകളിലായിട്ട് കുഷനിട്ട് സീറ്റുകൾ രണ്ട് സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഇരിക്കാൻ കംഫർട്ടുള്ള
സീറ്റുകളാണ്. 2-3 പേർക്ക് ഇവിടെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സീറ്റ് ഡ്രൈവറുടെ പുറകിലായിട്ട് 2 സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു അഡീഷണൽ സീറ്റ്, ഇവിടെ ഫോൾഡബിൾ സീറ്റ് ഈ ഒരു പോർഷനിൽ വന്നിട്ടുണ്ട്. ഒരു 32 ഇഞ്ച് ടി വി വണ്ടി ഇവിടെ ഫോൾഡബിൾ ആയിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് മുകളിലേക്ക് വെക്കാം. ഒരു 32 ഇഞ്ച് ടി വി ഇവിടെ ഫ്രണ്ട് വ്യൂവിലായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കാണത്തക്ക രീതിയിലാണ്. ആ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാരെ സുഖമായിട്ട് ഈ ഒരു ടി വി കാണാം. റൂഫ് പോർഷനിലേക്ക് പോകുമ്പോൾ ഇത് ഫുൾ ഇവർ ഓജസ് ചെയ്ത ഒരു ഇന്റീരിയർ ആണ്. ഇതിന്റെ ഫുൾ ഇന്റീരിയർ എന്ന് പറയുന്നത് ഫുള്ള് വൈറ്റിലാണ്. നല്ലൊരു എക്സിക്യൂട്ടീവ് ലുക്കാണ് ഈ ഒരു വൈറ്റ് ഇതിന്റെ ഉള്ളിൽ വന്നപ്പോൾ. കാരണം സെൻട്രലിൽ കൂടെ ഒരു ബ്ലാക്ക് പാനൽ, അതിലൊരു റൗണ്ട് ലൈറ്റ്സുകൾ കൊടുത്തിട്ട് ഫുൾ ലെങ്ത്തിൽ ഈ ഒരു ബ്ലാക്ക് പാനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിന്റെ സെൻട്രലായിട്ടെല്ലാം വാം ലൈറ്റ്സ് വിത്ത് ബ്ലൂ ലൈറ്റ്സ് അതിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡ് പോർഷനിലേക്ക് നോക്കുമ്പോൾ സ്പീക്കർ, AC-യുടെ വെന്റ്, റീഡിംഗ് ലാംപ്സ് എല്ലാം അടക്കമുള്ള ഒരു യൂണിറ്റ് എല്ലാ സീറ്റുകളുടെയും മുകളിലായിട്ട് ഇവർ ഈ ഒരു സൈഡിലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡ് പോർഷനിലും AC-യുടെ വെന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ മെയിൻ വെന്റ് ഈ ഒരു പോർഷനിൽ 2 സൈഡിലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലായിട്ട് കാണാം. വണ്ടി ഫുള്ളായിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ കളറുള്ള കർട്ടൻസ് ചെയ്തിട്ട് വണ്ടി ഫുള്ളായിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ വന്ന ഡോർ പോർഷൻ, ഇതാണ് ഈ ആ ഒരു ഡോർ പോർഷൻ വരുന്നത്. ഇത് ക്ലോസ്ഡ് ആണ്. അവിടെ സീറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ അടുത്ത ഡോർ പോർഷൻ വരുന്നത് ഈ ഒരു പോർഷനിലാണ്. അവിടെ ഒരു ഫോൾഡബിൾ സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് സുഖമായിട്ട് ഇരിക്കത്തക്ക രീതിയിലൊരു ഫോൾഡബിൾ സീറ്റ് കാണാം. ഇനി സീറ്റിന്റെ കംഫർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് അത്യാവശ്യം തടിയുള്ള ആളാണെങ്കിലും നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന അത്ര വിടുത്തുള്ള സീറ്റുകളാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. 3 ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. സെൻട്രലായിട്ടും അറ്റത്തും ആയിട്ടും 3 ഹാൻഡ് റെസ്റ്റുകൾ ഈ സീറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ KSRTC ലോ ഫ്ലോർ ബോസ് കണ്ടുണ്ടാവും. ഈ ഒരു പോർഷൻ ഓപ്പോസിറ്റ് സീറ്റുകളാണ് വന്നിട്ടുണ്ടാവുക. ഇതിനും അതുപോലെ തന്നെ 2 ഓപ്പോസിറ്റ് സൈഡ് സീറ്റുകളാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ഫോൾഡബിൾ സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ അടുത്തൊരു തട്ടിലേക്കാണ് നമ്മൾ പോണത്. ഇതിന് ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടാണ് ഈ ഒരു ഫ്ലോർ ചെയ്തിട്ടുള്ളത്, ഈ ഒരു സ്റ്റേജ് വരുന്നത്. അതിൽ ഫസ്റ്റ് സീറ്റ് ഈ ഒരു പോർഷനിൽ കമ്പി കൊടുത്തിട്ട് ഇവിടെ നമുക്ക് അത്യാവശ്യം കംഫർട്ടുള്ള ഒരു സീറ്റാണ്. ഈ ഒരു സീറ്റിൽ നിന്നാൽ ഫ്രണ്ട് വ്യൂ ഫുള്ളായിട്ട് കാണത്തക്ക രീതിയിലാണ് ഈ ഒരു സീറ്റ് നമുക്ക്. കാരണം ഇവിടെ ഡ്രൈവർ ക്യാബിൻ സെപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് റോഡ് വ്യൂ പക്കയാണ്. അതുപോലെ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും ഇവിടെ നിന്നുള്ളൊരു വ്യൂവും ഒരു അടിപൊളി ലുക്കിലുള്ള വ്യൂ ആണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഇതിലും റൂഫ് ഫുള്ള് വൈറ്റിൽ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരു എക്സ്ട്രാ ആയിട്ട് ഇവിടെ ബെർത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പോർഷൻ തൊട്ട് വണ്ടിക്ക് ബെർത്ത് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത്രയും 2 സൈഡിലായിട്ട് ബെർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ബെർത്തിലായിട്ട് ഇവിടെ പ്ലഗ് പോയിന്റ്സ്, നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് പ്ലഗ് പോയിന്റ്സും കൂടെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെൻട്രൽ ഈ രണ്ടാമത്തെ സീറ്റ് ഈ ഒരു ഇവിടെ വീലാർച്ചിന്റെ മുകളിൽ വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് പൊങ്ങി ഇരിക്കേണ്ട ഒരു ടൈപ്പിലുള്ള സീറ്റാണ്. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഫുൾ ലെങ്ത് സീറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കംഫർട്ടിൽ ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ്. ഇതിന്റെ ബാക്കിലായിട്ട് നമുക്ക് ബാഗേജ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ബാക്കിൽ വന്നിട്ടുണ്ട്. ഈ സീറ്റിന്റെ ബാക്കിലേക്ക് നോക്കിയാൽ 2 സൈഡിലായിട്ട് ഹാൻഡിലുണ്ട്, ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, നമുക്ക് ലെഗ് വെക്കാനായിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് മിറാഷിന് തന്നെ SMI ചേസിൽ ഓജസ് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി 12 സീറ്റർ വണ്ടിയാണ്. ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ മിറാഷിന്റെ പേര്, അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്തിട്ടുള്ള കൊമ്പുകൾ, ബട്ടർഫ്ലൈ വൈപ്പേഴ്സ്. ഈ കൗൾ പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വോൾവോ ടൈപ്പ് കൗൾ പോർഷൻ ആണ് ചെയ്തിട്ടുള്ളത്. 2 ഹെഡ് ലാംപ്സ്, 3 ഹെഡ് ലാംപ്സ്, ഒരു ഇൻഡിക്കേറ്റർ, താഴെ ഒരു ബമ്പറിൽ ഒരു ലൈറ്റ് വന്നിട്ടുണ്ട്. KL 47D3258 എന്നാണ് വണ്ടിയുടെ നമ്പർ. ഇതിന്റെ സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇത്ര നല്ല വീതിയുള്ള മനോഹരമായ വീലാർച്ച് കാണാം. വീൽ കപ്സ് കൊടുത്തിട്ടുണ്ട്. വണ്ടി ഒരു ഫുള്ളി AC വണ്ടിയാണ്, പക്ഷേ സ്ലൈഡിങ് വിൻഡോസ് ആണ്. ലഗേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ബാക്ക് വീൽ പോർഷനിലും വീൽ കപ്പ് കൊടുത്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ബാക്ക് പോർഷനിലേക്ക് ഇവര് വോൾവോയുടെ ഒരു ലുക്കിലാണ് ഇതിന്റെ ബാക്ക് കൗള് ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
ഗ്ലാസ് പോർഷൻ വരുന്നില്ല. മിറാഷ് ട്രാവൽസിന്റെ പേര്, കൊടുങ്ങല്ലൂര്, നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 ബ്ലാക്ക് പോർഷൻസ് ആ ഒരു വോൾവോയുടെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഒരു ലഗേജ് ഏരിയ ആണ്. അതുപോലെ 4 റിയർ ലാംപ്സ്, അഡീഷണൽ ആയിട്ട് ഒരു ലൈറ്റ് കൂടെ വന്നിട്ടുണ്ട്. വണ്ടി നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പുറത്തെ കാഴ്ചകൾ. ഇനി ഇതിന്റെ ഇന്റീരിയർ കാണിച്ചു തരാം. അതൊരു അടിപൊളി ലുക്കാണ്. അപ്പോൾ നമുക്ക് 12 സീറ്റിന്റെ ഇന്റീരിയർ കാഴ്ചകളിലേക്ക് ഇറക്കാം. വണ്ടി SML ആണ്. നല്ല അടിപൊളി പുഷ് ബാക്ക് സീറ്റ് കംഫർട്ടുള്ള വണ്ടിയാണ്. ഈ വണ്ടിയുടെ സീറ്റിന്റെ വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി, ഒരാൾക്ക് എത്ര തടിയുള്ള ആളാണെങ്കിലും സുഖമായിട്ടിരിക്കാൻ തക്ക രീതിയിലുള്ള വിഡ്ത്തുള്ള സീറ്റാണ്. 3 സൈഡിലായിട്ട് ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പുഷ് ബാക്ക് കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു റിക്ലൈനിങ് ഉള്ള ഒരു അടിപൊളി സീറ്റുകളാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞാൽ തന്നെ ഇവരുടെ വണ്ടികൾക്കൊന്നും ഡ്രൈവർ ക്യാബിൻ സെപ്പറേഷൻ ഇല്ല. അവരുടെ സീറ്റാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ഒരു ടൈപ്പിൽ നമുക്ക് സുഖമായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്പോസിറ്റ് സൈഡ് സീറ്റുകൾ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബോക്സ് ഇതിനുള്ളിൽ വന്നിട്ടുണ്ട്. അതിന്റെ മുകളിലായിട്ടും സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അങ്ങനത്തെ 2 ടൈപ്പ് സീറ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആണെങ്കിൽ കോ ഡ്രൈവർക്കുള്ള ഒരു സീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബോണറ്റ് പോർഷനൊക്കെ നല്ല കുഷനിട്ട് സെറ്റ് ചെയ്തിട്ടാണ്. ഡ്രൈവറുടെ സീറ്റ് വെക്കാൻ അടിപൊളി സീറ്റാണ്. SML നല്ല കിടക്കാച്ചി സ്റ്റിയറിംഗ് വീൽ കാണാം, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഗിയർ ബോക്സ്. അതുപോലെ ഇവിടെ ഒരു സെൻട്രലായിട്ട് ഒരു TV കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർക്ക് ഫാന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലും വൈറ്റിലാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത് ഓജസ്. ഇതിനും AC വെന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു യൂണിറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അടിയിലായിട്ട്. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 4 സീറ്റുകളാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. ബാക്കിലും പുഷ് ബാക്ക് സീറ്റാണ്. അതിനൊരു കംഫർട്ട് എന്ന് പറയുന്നത് ഇത്ര ഇട്ടാല് ഈ ഒരു കംഫർട്ടിൽ നമുക്ക് ബാക്കിലും സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. അതുപോലെ വാം ലൈറ്റ്സ്, AC വെന്റ് കാര്യങ്ങളൊക്കെ കാണാം നമുക്ക്. ഫ്ലോർ ആണെങ്കിൽ ഒരു ബ്ലൂവിൽ ചെയ്തിട്ടുള്ള മനോഹരമായ ഫ്ലോറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. സീറ്റിന്റെ ബാക്കിൽ നോക്കുമ്പോൾ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, ഫയൽ ഹോൾഡർ ഉണ്ട്, നമ്മുടെ കാല് വെക്കാനുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരെ ഡ്രൈവർ സീറ്റിന്റെ ബാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സീറ്റ് നമുക്കൊരു ബെഡ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിപ്പ് ഉണ്ട്, നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇവിടെ സുഖമായിട്ട് കിടക്കത്തക്ക രീതിയാണ് ഇതിന്റെ ഒരു യാത്രാ സുഖം എന്ന് പറയുന്നത്. അതുപോലെ ഇതിന്റെ ഈ ഒരു സീറ്റിന്റെ യൂസ് എന്ന് പറയുന്നത് പ്രായമുള്ളവരൊക്കെയാണെങ്കിൽ ഇത് നമുക്ക് പുഷ് ബാക്ക് ആയിട്ട് ഇടുകയും ചെയ്യാം. അവർക്ക് കാല് നീട്ടി ഇങ്ങനെ ഇതിൽ വെച്ചിട്ട് നല്ലൊരു സുഖം, ഉറക്കത്തിന്റെ ഒരു ഫീല് ഈ ഒരു സീറ്റിൽ നിന്നാലും നമുക്ക് ആ ഒരു കംഫർട്ട് കിട്ടുന്നതാണ്. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ വണ്ടി 12 സീറ്ററാണ്. എന്നാലും ഇതിന് ലെഗ് സ്പേസ് നോക്കിയേ, അത്യാവശ്യം കൂടുതൽ നല്ല ലെഗ് സ്പേസ് ഈ ഒരു വണ്ടിക്ക് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എത്ര നീളമുള്ള ആൾ ഇരിക്കുകയാണെങ്കിലും ഈ ഒരു ലെഗ് സ്പേസ് ഇനിയും ബാക്കിയായിരിക്കും. അത്തരത്തിലുള്ള ഒരു ലെഗ് സ്പേസ് കംഫോർട്ട് ഈ ഒരു വണ്ടിക്ക് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഇന്നോവയിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി പ്രിഫർ ചെയ്യാവുന്നതാണ്. അടിപൊളി ആയിട്ട് നമുക്ക് യാത്രാ കംഫർട്ടും എല്ലാം അത്യാവശ്യം സ്പേഷ്യസും ആയിട്ടുള്ള കാര്യങ്ങളുള്ള വണ്ടിയാണ്. ഇതാണ് ഇത് മറ്റേ 12 സീറ്റിന്റെ ഇന്റീരിയറിലെ കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കേരളത്തിലെ ഒരേ ഒരു ലോ ഫ്ലോർ ടൂറിസ്റ്റ് ബസ് എങ്ങനെയുണ്ട്? മിറാഷ് ട്രാവൽസിന്റെ കയ്യിലാണ് ഈ ഒരു ബസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വിനോദം, വിവാഹം അങ്ങനത്തെ യാത്രകളൊക്കെ ഉണ്ടെങ്കിൽ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടി പരിഗണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബസ്സാണ് നമ്മുടെ ഈ ഒരു നാഷണൽ ലോ ഫ്ലോർ ബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാലും നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഒരു യാത്ര, മനോഹരമായ യാത്ര ഈ ഒരു ബസ്സിൽ ആസ്വദിക്കുക. ഇതുപോലെ ബസ്സുകളുടെ വിശേഷമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജു നിലമ്പൂർ.